ഹലോ, എല്ലാവർക്കും നമ്മുടെ മഹാലക്ഷ്മിയുടെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലേ, നമ്മുടെ മഹാലക്ഷ്മിക്ക് ഒട്ടും പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. തലേ ദിവസം അമ്മയുടെ പിറന്നാളിന് ആഘോഷത്തിന് പോയി പായസവും സദ്യയൊക്കെ കഴിച്ചിട്ട് വന്നതാണ്. പിറ്റേ ദിവസം രാവിലെ തൊട്ട് മഹാലക്ഷ്മിക്ക് വയറിനൊരു വല്ലാത്ത വേദനയും പുകച്ചിലും ഛർദിലും ഒക്കെ ആയിട്ടിരിക്കണം. എന്നാൽ കണ്ണനോ അല്ലെങ്കിൽ ഇവിടെ മോഹിനിക്കോ കരുണയ്ക്കോ പ്രതാപനോ മുത്തശ്ശിക്കോ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ മഹാലക്ഷ്മിക്ക് മാത്രം ആകെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ മഹാലക്ഷ്മി അമ്മയെ ഒന്ന് വിളിക്കുകയാണ്, മോഹിനീനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് മോഹിനിയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ എനിക്ക് എന്താണെന്നറിയില്ല, ഇന്നലെ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് വന്നതിൽ പിന്നെ വയറിന് ആകെ ഒരു അസ്വസ്ഥതയാണ്. അയ്യോ മോളെ, ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, മോള് വേണമെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ട് കാണിക്കാം, എനിക്ക് കുറച്ചും കൂടെ ഞാനൊന്ന് നോക്കിയിട്ട് പോകാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു അമ്മ, അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ്. ആണോ മോളെ, ഞാൻ എന്നാൽ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മോഹിനി സമാധാനിപ്പിച്ചില്ലേ, മഹാലക്ഷ്മിയെ സമാധാനിപ്പിച്ച് ഫോൺ വയ്ക്കുകയാണ്. ആ സമയം നമ്മുടെ കരുണ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അമ്മേ? അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, മോളെ മഹാലക്ഷ്മി ഇന്നലെ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് പോയല്ലേ, പായസമൊക്കെ ധാരാളം കുടിച്ചല്ലോ, ഇനിയിപ്പോൾ ദഹിക്കാണ്ട് വല്ലതും ആണോ എന്നറിയില്ല, അവൾക്ക് ആകെ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാനൊന്ന് അവിടെ വരെ പോയിട്ട് വരാം. കരുണയ്ക്ക് അങ്ങ് മനസ്സിൽ ചിരിച്ചങ്ങോട്ട് സന്തോഷം, സഹിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. എങ്കിലും കരുണ വളരെ ദുഃഖപ്പെട്ടു, അയ്യോ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചാണല്ലോ, എന്നിട്ട് ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ലല്ലോ, അവൾക്ക് എന്നാ പറ്റിയതാണെന്നുള്ള രീതിയിൽ അമ്മയെ കാണിക്കാൻ വേണ്ടി ഒരു പ്രകടനമായിരുന്നു. എന്നിട്ട് കരുണ മനസ്സിൽ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യേ, നിങ്ങളുടെ മോളെ ഇനി ചിലപ്പോൾ ഈ ഒരു ജീവനോടെ ഈ ഒരു പ്രാവശ്യം കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരുള്ളൂ, അവിടെ ഒന്ന് പോയി കണ്ടേക്ക് എന്ന് മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ സാഗറിനെ മേഘനാഥം കുരുക്കി സാഗറിൻ്റെയും തോമസ് ഡോക്ടറുടെ വണ്ടിയിൽ നിന്നും സാഗറിനെ പോലീസ് പിടിക്കുകയാണ്. കാരണം ഒരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ പേരിൽ പോലീസ് വന്ന് ചെക്ക് ചെയ്തപ്പോൾ അവിടെ മയക്കുമരുന്ന് ആ വണ്ടിയുടെ ഡാഷ്ബോർഡിനകത്ത് നിന്ന് കിട്ടുകയാണ്. അപ്പോൾ നമ്മുടെ സാഗർ തോമസ് ഡോക്ടറെ അടുത്ത് കൈകൂപ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല, ഇത് എന്നെ ആരോ കുരുക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ തോമസ് ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അറസ്റ്റ് ചെയ്ത് പോയപ്പോൾ. കാരണം ഈ സാഗറിൻ്റെ ഭൂതകാലം എടുക്കുകയാണെങ്കിൽ മയക്കുമരുന്നും എല്ലാ വെളിത്തരങ്ങളും കയ്യിലുള്ള ഒരു വ്യക്തിയായിരുന്നല്ലോ. അപ്പോൾ ഇനി എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയില്ല. തോമസ് ഡോക്ടർ മനസ്സിൽ പറഞ്ഞത് ആ മഞ്ജുവിൻ്റെ അവസ്ഥയാണ്, ഇതുപോലെ ഒരുത്തൻ്റെ കൂടെയാണല്ലോ ആ കുട്ടി ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളതാണ് തോമസ് ഡോക്ടർ ആ സമയം ചിന്തിച്ചത്. എന്നിട്ട് തോമസ് ഡോക്ടർ അപ്പം തന്നെ നമ്മുടെ മാർക്കോനെ വിളിച്ചറിയിക്കുകയും മാർക്കോയുടെ ഫ്രണ്ട്സിനെയൊക്കെ അറിയിച്ചിട്ട് നേരെ അവർ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇതിൻ്റെ എന്താ സത്യാവസ്ഥ എന്നുള്ളത് അറിയില്ലല്ലോ. അങ്ങനെ പോകുന്നതിന് മുന്നേ തന്നെ മാർക്കോയും കൂട്ടുകാരനും കൂടെ പറഞ്ഞു, മഞ്ജു ചിലപ്പോൾ സാഗറിനെ വൈകിട്ട് കണ്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ തിരക്കിയിരിക്കില്ലേ, അപ്പോൾ നമുക്ക് പോയി മഞ്ജുവിനോട് കാര്യം പറയാം എന്ന് പറഞ്ഞിട്ട് മേഘൻ്റെ കൂട്ടുകാരനും കൂടെ നേരെ മഞ്ജുവിൻ്റെ വീട്ടിൽ പോകണം. അപ്പം കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ മഞ്ജു ഓടി വരികയാണ്. കാര്യം സാഗറിൻ്റെ വരുന്ന ടൈം ആയല്ലോ. അപ്പോൾ സാഗറാണെന്ന് കരുതി ചെന്നപ്പോൾ മാർക്കോയും കൂട്ടുകാരനുമായിരുന്നു. അയ്യോ മാർക്കോ ഏട്ടാ, സാഗർ ഏട്ടാ വന്നില്ലല്ലോ, എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, മഞ്ജു നീ ഒന്ന് സമാധാനപ്പെടണം, നിന്നോടൊരു കാര്യം പറയാനായിട്ടാണ് വന്നത്, സാഗറിന് ഇങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. അത് കേട്ടത് മഞ്ജു ആകെ അങ്ങ് അപ്സെറ്റായി പോവാണ്. ആരോ പണിതതാണ്, ഒരിക്കലും സാഗർ ഏട്ടൻ ഒരിക്കലും മയക്കുമരുന്ന് ഒരു സിഗരറ്റ് പോലും സാഗർ ഏട്ടൻ വിവാഹം കഴിഞ്ഞ് പിന്നെ തൊട്ട് നോക്കിയിട്ടില്ല, എനിക്ക് 100% ഉറപ്പാണ് മാർക്കോ ചേട്ടാ, ഇത് ആ മേഘനാഥൻ ചെയ്ത പണി തന്നെയായിരിക്കും. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലും അവനെ തന്നെയാണ്, കാരണം നിന്നെ അവൻ കൊണ്ടുപോയതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കെണി വരുത്താൻ വേണ്ടി അവൻ നോക്കിയിരിക്കുകയായിരുന്നു. തോമസ് ഡോക്ടറെ അടുത്ത് നിന്ന് ചികിത്സ കഴിഞ്ഞ് ഇപ്പോൾ എന്തായാലും പോയിട്ടുണ്ടല്ലോ, അപ്പോൾ എന്തായാലും അവൻ്റെ പണി തന്നെ ആവാനേ വഴിയുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനും മാർക്കോയുടെ കൂട്ടുകാരനും കൂടെ എന്തായാലും സ്റ്റേഷനിൽ പോയി സാഗറുമായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കട്ടെ, എന്താണ് നടന്നതെന്നുള്ളത് അവൻ്റെ അടുത്ത് നേരിട്ട് എനിക്ക് ചോദിക്കണം. അങ്ങനെ മഞ്ജു ആകെ സങ്കടപ്പെട്ട് മാർക്കോയോട് പറയുന്നുണ്ട്, കണ്ണൻ ചേട്ടനോ അല്ലെങ്കിൽ മഹാലക്ഷ്മി ചേച്ചിയോ ആരും ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വരില്ല മാർക്കോ ചേട്ടാ, കഴിഞ്ഞ പ്രാവശ്യം അനന്തു ഏട്ടൻ വന്നായിരുന്നു, ഇപ്രാവശ്യം അനന്തു ഏട്ടനും ഈ ഒരു കേസെന്ന് കേട്ടാൽ വരില്ല, ഉറപ്പാണ്, മാർക്കോ ചേട്ടൻ എന്തെങ്കിലും ഒരു ഉപാധി കണ്ടുപിടിക്കണേ എന്ന് പറഞ്ഞ് മഞ്ജു കരയാണ്. അപ്പോൾ മാർക്കോ പറഞ്ഞു, നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കും, ഞാൻ എന്തായാലും സാഗറിനെ പോയി കാണട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റേഷനിൽ ചെല്ലുകയാണ്. അപ്പോൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ എസ് ഐ പറയുന്നുണ്ട്, മാർക്കോ നമുക്കിതിലിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലടാ, കാരണം ഒരു ഇൻഫർമേഷൻ കിട്ടി ചെന്നു, അപ്പോൾ ഡയറക്റ്റ് വണ്ടിയിൽ നിന്ന് സാധനം നമ്മൾ പൊക്കുകയും ചെയ്തു, അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഇവൻ ചെയ്തതല്ലെങ്കിൽ നമുക്ക് അതിനുള്ള എവിഡൻസ് എന്തായാലും കിട്ടേണ്ടി വരും, അല്ലാണ്ട് നമുക്ക് ഇവനെ വിടാനോ അല്ലെങ്കിൽ ജാമ്യം തരാനോ ഒന്നും പറ്റില്ല, കാരണം ഡ്രഗ്സിൻ്റെ സംബന്ധിച്ചുള്ള കേസല്ലേ, ചെറിയ കേസും അല്ല, ഇത് FIR തയ്യാറാക്കിയിരിക്കുന്ന വലിയ രീതിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന്
അതിനുള്ള തെളിവ് എന്തെങ്കിലും കിട്ടിയാലേ നമുക്ക് അവൻ ആവർത്തിച്ച് സാഗർ കിടന്ന് പറയുന്നുണ്ട് അവനല്ല എന്ന്, നീ ഒന്ന് സംസാരിച്ച് നോക്കുമെന്നും പറഞ്ഞ് മാർക്കോ പിന്നെ സാഗറിൻ്റെ അടുത്തോട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതാണ്. അപ്പോൾ സാഗറുമായിട്ട് സംസാരിച്ചപ്പോൾ സാഗർ കരഞ്ഞുകൊണ്ട് പറയണ, മാർക്കോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല ഇത് തോമസ് ഡോക്ടറുടെ വണ്ടിയിൽ എങ്ങനെ വന്നു എന്നുള്ളതൊന്നും എനിക്കറിയില്ല, എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, മഞ്ജു ഇപ്പോൾ എന്നെ അപ്പോൾ അന്വേഷിച്ചിരിക്കുകയായിരിക്കുമെന്ന് ഇങ്ങനെ സാഗർ പറഞ്ഞപ്പോൾ മാർക്കോ പറഞ്ഞു, മഞ്ജുവിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചെന്ന്, നീ സമാധാനപ്പെടും, നമുക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള ആദ്യം നീ പറ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ദിവസം സാഗർ നടന്ന കാര്യങ്ങൾ എവിടെയൊക്കെ പോയി എന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിലും മാർക്കോയുടെ അടുത്ത് പറയണം. അത് കഴിഞ്ഞ് മാർക്കോ നേരെ തോമസ് ഡോക്ടറുടെ അടുത്ത് ചെല്ലണം. അപ്പോൾ തോമസ് ഡോക്ടറുടെ അടുത്ത് ചെന്ന് സംസാരിച്ചപ്പോഴും ഡോക്ടറുടെ അടുത്ത് മാർക്കോ ചോദിച്ചു, ഇന്ന് രാവിലെ വന്നിട്ട് പിന്നെ സാഗർ വണ്ടി ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി? ഇല്ല, ഞാനും അവനും ഇന്ന് സിറ്റിയിലെ മെഡിക്കൽ ഷോപ്പിൽ പോയി, 1-2 സ്ഥലങ്ങളിൽ സാഗർ പറഞ്ഞതുപോലെ തന്നെ തോമസ് ഡോക്ടറും പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ മാർക്കോ ഒരു കാര്യം ഉറപ്പിച്ചു, ഇതിൻ്റെ പിന്നിൽ മേഘനാഥൻ്റെ കൈകൾ തന്നെയാണ് എന്നുള്ളത് ഉറപ്പേ. അങ്ങനെ മാർക്കോയും മാർക്കോയുടെ കൂട്ടുകാരനും കൂടെ ചേർന്നിട്ട് ഇവർ പോയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒരുവിധം ഒന്ന് റൗണ്ട് ചെയ്ത് വരികയാണ്. ഇതെവിടെയൊക്കെയാണ്, ഏതൊക്കെ സ്പോട്ടിലാണ് ഇവർ വണ്ടി നിർത്തിയതും അതിനുശേഷം വണ്ടിയിൽ നിന്ന് ഇവരെവിടെയെങ്കിലും, അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ഈ മാർക്കോ തിരക്കി എടുക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിലല്ലേ നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാർക്കോയും ഫ്രണ്ടും കൂടെ കാര്യങ്ങളെല്ലാം തിരക്കി നടക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്ത് മോഹിനി പോയി അവിടെ ചെന്നിട്ട് മോഹിനി ചോദിച്ചു, മോളെ നമുക്ക് ആശുപത്രിയിൽ പോകണമെങ്കിൽ ബാ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ മഹാലക്ഷ്മി പറഞ്ഞു, ഇല്ലമ്മ ഇപ്പോൾ ഒരു ഇച്ചിരി ആശ്വാസമുണ്ട്, നോക്കട്ടെ, കുറച്ചും കൂടെ നോക്കിയിട്ട് പോവാം, എന്തായാലും വീട്ടിലൊന്നും ആർക്കും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, കണ്ണനും കുഴപ്പമില്ല, അപ്പോൾ എന്തായാലും ചിലപ്പോൾ ദഹനക്കേടിൻ്റെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ സമാധാനിപ്പിച്ചിട്ട് മോഹിനി കുറച്ച് കഴിഞ്ഞപ്പോൾ മഹാലക്ഷ്മിയുടെ അടുത്ത് നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇവിടെ വീട്ടിൽ പ്രതാപനും കരുണയും മുത്തശ്ശിയൊക്കെ സന്തോഷം കൊണ്ടിരിക്കുകയാണ്. കാരണം മോക്ക് ഒട്ടും പാടില്ല എന്നറിഞ്ഞ് അമ്മ ഓടിയിരിക്കുകയാണല്ലോ. ഇനി ചിലപ്പോൾ ഈ ഒരു ഇതും കൂടെ കാണാൻ, മോളെ ജീവനോടെ കാണാനുള്ള ഭാഗ്യം അമ്മയ്ക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് കരുണയും മുത്തശ്ശിയൊക്കെ അങ്ങ് പറഞ്ഞ് ആർമാദിച്ച് അട്ടഹസിച്ച് ചിരിക്കുകയാണ്. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മോഹിനി മഹാലക്ഷ്മിയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരികയാണ്. അപ്പോൾ ആ തിരിച്ച് വരുന്ന സമയത്ത് കരുണ പെട്ടെന്ന് ചിരിയൊക്കെ നിർത്തി, അമ്മ വരുന്നു എന്ന് പറഞ്ഞിട്ട് കരുണ വളരെ ദുഃഖത്തോടു കൂടി ഓടി ചെല്ലുകയാണ് അടുത്ത്, നമ്മുടെ മോഹിനിയുടെ അടുത്ത്. അങ്ങനെ മോഹിനിയുടെ അടുത്ത് ചെന്നിട്ട്, അമ്മേ അവൾക്ക് എങ്ങനെയുണ്ട്, എന്ത് പറ്റിയതാ, ഇവിടെ നിന്ന് പോകണവരെ അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു മോളെ, പക്ഷെ എന്താണെന്ന് അറിയില്ല, അവൾക്ക് വയറിനൊക്കെ ആകെ ഒരു പുകച്ചിലും അസ്വസ്ഥതയും പിന്നെ 3-4 പ്രാവശ്യം വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് എന്നുള്ളത് അറിയില്ല. അപ്പോൾ അവർ നോക്കിയിട്ട് കുറവില്ലെങ്കിൽ കണ്ണം പറഞ്ഞു ഹോസ്പിറ്റലിൽ എന്തായാലും കൊണ്ടുപോകുമെന്നാണ്. ഞാൻ പിന്നെ സന്ധ്യയായി കഴിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പം കരുണയ്ക്ക് അങ്ങ് സന്തോഷം കൊണ്ട്, കാര്യം എന്ന് വെച്ചാൽ 1-2 ദിവസം കൊണ്ടാണ് ഈ വിഷം നന്നായിട്ട് ആ ശരീരത്തിൽ എഫക്റ്റ് ആയിട്ട് ആ ഞരമ്പുകൾക്കും ബ്ലഡിനും എല്ലാം ദോഷം വരുള്ളൂ. ഒരു ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് എന്ത് മരുന്നാണ് ഉള്ളിൽ ചെന്നയ്ക്കുന്നതെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മരുന്നാണ് ഈ വൈദ്യം കൊടുത്തേക്കുന്നത്. ഈ മരുന്നിൻ്റെ മറുമരുന്നും ഇവരുടെ കയ്യിലുണ്ട്, ആരെയല്ലേ, നമ്മുടെ മുത്തശ്ശിയുടെ കയ്യിലൊക്കെ. അപ്പോൾ എന്തായാലും അത് അവരിപ്പം മഹാലക്ഷ്മിക്ക് കൊടുത്തേക്കുന്നതുകൊണ്ട് അതെന്തായാലും തിരിച്ചവർ മഹാലക്ഷ്മിക്ക് നല്ലതാവാൻ വേണ്ടി കൊടുക്കില്ലല്ലോ, അതൊന്നും അവർ വെളിയിൽ മിണ്ടുന്നില്ല. അങ്ങനെ ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശനും പ്രതാപനും അങ്ങ് അകത്തോട്ട് സിറ്റ് ഔട്ടിൽ നിൽക്കുകയാണ്, മോഹിനിയും കരുണയും ഇങ്ങനെ കയറുന്നിടത്തായിട്ട് നിൽക്കുകയാണ്. ആ സമയം പെട്ടെന്ന് കരുണയുടെ വയറ് കരുണ പൊത്തി പിടിക്കണം, എന്തോ പെട്ടെന്നൊരു പെയിൻ പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കാരണം ഗർഭിണിയായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ മോഹിനി ചോദിച്ചു, എന്താ മോളെ നീ വയറ് വല്ലാണ്ട് ഇങ്ങനെ പൊത്തി പിടിക്കുന്നത്? അമ്മ എന്താണെന്നറിയില്ല, എനിക്ക് എന്തോ പോലെ ഒരു മരിക്കാൻ പോകുന്ന പോലെയുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു ഇത് അനുഭവിക്കുക അമ്മ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പോഴേക്കും കരുണ അങ്ങ് വിയർത്ത് വല്ലാണ്ടായി കുഴഞ്ഞു വീഴണം. ആ സമയം തന്നെ പ്രതാപനും മുത്തശ്ശി ഓടി വരെയാണ്. കരുണയ്ക്ക് എന്ത് പറ്റി? കാരണം കരുണ അങ്ങ് കുഴഞ്ഞു വീഴും പോലെ പോവാണ്. മോഹിനി അപ്പം തന്നെ, മോളെ എന്ത് പറ്റി, നിനക്ക് എന്ത് പറ്റി എന്നും പറഞ്ഞ് മോഹിനി അങ്ങോട്ട് കരച്ചിലും തുടങ്ങി. അപ്പോൾ കരുണ ഒരേ കരച്ചിൽ, വേദന കൊണ്ട് കരുണയ്ക്ക് പറ്റുന്നില്ല, വയറൊക്കെ ഉരുണ്ടാകെ വല്ലാണ്ട് ഒരു വിമിഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ പറഞ്ഞു, അച്ഛൻ എന്നെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഞാൻ ഇപ്പം മരിക്കും, എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്നും പറഞ്ഞ് കരുണ ഭയങ്കര സീനായി. അങ്ങനെ പെട്ടെന്ന് തന്നെ കരുണയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ, മോളെ നമുക്കിപ്പോൾ തന്നെ പോകാമെന്ന് പറഞ്ഞ് വേഗം തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സീനോടുകൂടി ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൻ്റെ പ്രൊമോ അവസാനിക്കുകയാണ്. അപ്പം നമുക്ക് കാണാം
കാണാം. ഇത് അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന് പറയുന്ന അവസ്ഥ പോലെയാണ്. ഒരു പൂർണ്ണ ഗർഭിണിയായിട്ടിരുന്ന കരുണയാണ് ഈ മഹാലക്ഷ്മിനെയും കണ്ണനെയും കൊല്ലാൻ വേണ്ടി ഈ കൊടും പാപം മുത്തശ്ശിയോടൊപ്പം ചേർന്ന് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫലം എന്തായാലും കരുണയ്ക്ക് കിട്ടുന്നതാണ് ഈ കണ്ട തെളിവ്. അപ്പോൾ ആ കുഞ്ഞ് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് പോലും ആപത്ത് വരുന്ന രീതിയിലാണ് കരുണയ്ക്ക് വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ എപ്പിസോഡ് പ്രൊമോ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ പ്രൊമോ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലായ സുമി മുഫാസ് മനസ്സിൽ ഇതുവരെ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ശുഭദിനം. അതോടൊപ്പം നമ്മുടെ വീഡിയോ നിർത്തുന്നു. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.